മലയാളത്തിൻ്റെ 27ാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ PSC ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിക്കുന്നത് പര്യായപദങ്ങൾ, കവിവാക്യം, ആത്മകഥകൾ, തൂലികാനാമങ്ങൾ, കഥാപാത്രം, കൃതി, രചയിതാവ്. ഇത്രയും പോർഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും പോർഷൻസ് നോക്കിയാണ് പോകുന്നത്. ചില ദിവസങ്ങളിൽ അത് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ക്ലാസ് ഇല്ല. കാരണം എല്ലാ ദിവസവും അടുപ്പിച്ച് മലയാളം ക്ലാസ് വരുമ്പോൾ കുറച്ച് ബോറാകുമല്ലോ. നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് അത്, ഉദ്യോഗാർത്ഥികൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകൾ വരുമ്പോൾ, റിവിഷൻ ക്ലാസ്സുകൾ വരുമ്പോൾ ആ ഒരു പോർഷൻ കവർ ചെയ്ത് തന്നെ പോവുക. കാരണം നമ്മളൊരു ഓർഡറിലാണ് പോകുന്നത്. നോക്കുക, സൈന്യം, സ്വർഗം. സൈന്യത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും പര്യായപദങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സൈന്യം, ചമു, സേന, അനീകം, വരുധിനി, ബലം. ചില വാക്കുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാകാം. വിഷമിക്കേണ്ട, നമ്മളൊരു 3-4 പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്കത് ഹൃദയസ്ഥമാക്കുവാൻ സാധിക്കും. ചമു, സേന, അനീകം, വരുധിനി, ബലം. സ്വർഗത്തിൻ്റെ പര്യായപദമാണ് നാഗം, ദ്യോവ്, സുരലോകം, ത്രിദിവം. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി. കവിവാക്യം: സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വളരെ പ്രധാനപ്പെട്ട ഒരു കവിവാക്യമാണ്. മാനിഷാദ, വയലാറിൻ്റെ മാനിഷാദയിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്യങ്ങളാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അറിയാൻ വയ്യാത്തതാണെങ്കിൽ മാത്രം ഒന്ന് കുറിച്ചിടുക. നമ്മുടെ പഠിക്കുന്ന പോർഷൻ വളരെ വിസ്താരമായിട്ടൊന്നും എഴുതിയിടണ്ട. നമുക്ക് പഠിക്കത്തക്ക രീതിയിൽ ഒന്ന് ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. മാക്സിമം സമയം നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ പോവുക, ഹൃദയസ്ഥമാക്കാൻ നോക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു തന്നെ പോവുക, നാളേക്ക് വെക്കണ്ട. കാരണം നാളെ തൊട്ട് പഠിക്കാൻ തുടങ്ങുന്നവർ പലരും കാണും. ഇന്ന് നമ്മുടെ സമയമാണ്, നമ്മൾ പഠിച്ചെടുക്കുക. ആത്മകഥകൾ: എൻ്റെ കുതിപ്പും കിതപ്പും, ഫാദർ വടക്കൻ. പതറാതെ മുന്നോട്ട്, കെ കരുണാകരൻ. ആത്മകഥ 3 പേരെഴുതിയിട്ടുണ്ട് കേട്ടോ. ആത്മകഥകൾ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ EMSൻ്റെ ഉണ്ട്. KR ഗൗരിയമ്മ ആത്മകഥ, സർദാർ KM പണിക്കർ. അങ്ങനെ ആത്മകഥ തന്നെ 3 EMS, KR ഗൗരിയമ്മ, സർദാർ KM പണിക്കർ ആത്മകഥകളാണ് കേട്ടോ. എൻ്റെ കുതിപ്പും കിതപ്പും, ഫാദർ വടക്കൻ. പതറാതെ മുന്നോട്ട്, കെ കരുണാകരൻ. നന്നായിട്ട് പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് 5 ആത്മകഥകളാണ് പഠിച്ചത്. ആരുടെയാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ തൂലികാനാമങ്ങളാണ്. 5 തൂലികാനാമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. 5 തൂലികാനാമങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തോപ്പിൽ ഫാസി ഭാസ്കരൻ പിള്ള, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, മീശാൻ KS കൃഷ്ണപിള്ള, കേസരി A ബാലകൃഷ്ണപിള്ള, ഓംചേരി N നാരായണപിള്ള. തോപ്പിൽ ഫാസി ഭാസ്കരൻ പിള്ള, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, മീശാൻ KS കൃഷ്ണപിള്ള, കേസരി A ബാലകൃഷ്ണപിള്ള, ഓംചേരി N നാരായണപിള്ള. തൂലികാനാമങ്ങളാണ് കേട്ടോ. നന്നായിട്ട് പഠിച്ചെടുക്കുക. 5 തൂലികാനാമങ്ങൾ നമ്മളിപ്പോൾ ഹൃദയസ്ഥമാക്കി കഴിഞ്ഞു. നന്നായിട്ട് പഠിച്ചെടുക്കുക. അടുത്തതാണ് കഥാപാത്രം, കൃതി, രചയിതാവ്. ഇന്നൊരു ടേബിൾ പോലെയാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. രവി അപ്പുക്കിളി. കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? രവി അപ്പുക്കിളി. ഇത് ഏത് കൃതിയിലാണെന്നറിയാമോ? ഖസാക്കിൻ്റെ ഇതിഹാസം. രചയിതാവ് ആരാണ്? OV വിജയൻ. രവി അപ്പുക്കിളി, ഖസാക്കിൻ്റെ ഇതിഹാസം, OV വിജയൻ. അങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബീരാൻ മായൻ, ഉമ്മാച്ചു, ഉറൂബ്. ബീരാൻ മായൻ എന്ന കഥാപാത്രങ്ങൾ ഏത് കൃതിയിലെയാണെന്നറിയുമോ? ഉമ്മാച്ചു. ആരാണ് രചയിതാവ്? ഉറൂബ്. അപ്പം നമ്മൾ 2 എണ്ണം പഠിച്ചു കേട്ടോ. 2 കൃതികളും അവയുടെ രചയിതാവും അതിലെ കഥാപാത്രങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ 2 കൃതികളൂടെ പഠിക്കാനുണ്ട്. 4 കെട്ട് ബാല്യകാലസഖി. 4 കെട്ടിൻ്റെ രചയിതാവാണ് MT വാസുദേവൻ നായർ. അതിലെ കഥാപാത്രങ്ങൾ അപ്പുണ്ണി, കോന്തുണ്ണി. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പുണ്ണി, കോന്തുണ്ണി. അടുത്തത് ബാല്യകാല സഖി. ബഷീർ, മജീദ് സുഹ്റ എന്നീ കഥാപാത്രങ്ങൾ ഈ ബാല്യകാല സഖിയിലുള്ളതാണ്. ആരാണ് രചയിതാവ്? ബഷീറാണ്. 4 കൃതികളും അതുപോലെ തന്നെ അവയുടെ രചയിതാക്കളും അതിലെ പ്രധാന കഥാപാത്രങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നന്നായി പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പര്യായപദങ്ങൾ, കവിവാക്യം, ആത്മകഥകൾ, തൂലികാനാമങ്ങൾ, കഥാപാത്രം, കൃതി, രചയിതാവ്. കഥാപാത്രം, കൃതി, രചയിതാവ്. നന്നായിട്ട് പഠിച്ചെടുക്കുക. നമ്മൾ സൈന്യം 2 എണ്ണം, സൈന്യം, സ്വർഗം 2 പര്യായപദങ്ങളാണ് നമ്മൾ നോക്കിയത്. സൈന്യത്തിൻ്റേത് 5 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിന് 4 പര്യായപദങ്ങളുണ്ട്.
കവിവാക്യം ആരുടേതാണ്, എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആത്മകഥ പ്രധാനപ്പെട്ടത് 5 എണ്ണം. ആരുടെ ആത്മകഥകളാണ്? ആത്മകഥയുടെ പേര് നമ്മൾ പഠിച്ചു, തൂലികാനാമങ്ങൾ പഠിച്ചു, 5 പേരുടെ പേര് പഠിച്ചു, അവരുടെ തൂലികാനാമങ്ങൾ നമ്മൾ പഠിച്ചു, കഥാപാത്രങ്ങൾ പഠിച്ചു. ചില കഥാപാത്രങ്ങൾ, ചില കൃതികളിൽ 2 പ്രധാന കഥാപാത്രങ്ങളുണ്ട്, അത് അങ്ങനെ തന്നെ പഠിക്കണം. എല്ലാം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അതിൻ്റെ രചയിതാക്കൾ ആരൊക്കെയാണെന്നും പഠിക്കണം. നന്നായി പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആഗ്രഹിച്ച ഒരു ജോലിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. എല്ലാവരും ആഗ്രഹിച്ച ജോലി നന്നായി പെട്ടെന്ന് തന്നെ, അധികം താമസിക്കാതെ തന്നെ നമ്മുടെ കൈകളിൽ എത്തട്ടെ. എല്ലാവർക്കും ആഗ്രഹിച്ച ജോലി നേടുവാൻ സാധിക്കും. അതിനൊന്നും മനസ്സ് വെച്ചാൽ മാത്രം മതി. നന്നായിട്ട് പഠിക്കുക, എഴുതി വെച്ച് തന്നെ പഠിക്കുക, ഇടയ്ക്കൊന്ന് എടുത്ത് വായിച്ച് നോക്കുക, റിവൈസ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.